ഞാനിങ്ങനെ പുറത്തോട്ട് വായി നോക്കി നിൽക്കുമ്പോഴാണ് കേട്ടോ അമ്മാമ്മ വന്നേ. റേഷൻ കടയിൽ പോയപ്പോൾ കിട്ടിയ ഗോതമ്പ് മാവെടുത്ത് ദോശ ചൂടാമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ അന്തേവാസികളാണ് കേട്ടോ പുറകെ കിടന്ന് വിളിക്കണേ. ഒരാൺമയിലും പെൺമയിലും ഉണ്ട്, പക്ഷെ തൊടാനൊന്നും നിൽക്കത്തില്ല, എന്നും വരും. അമ്മാമ്മ വരണോണ്ട് പിന്നെ നിറച്ച് സാധനങ്ങളുമായിട്ടായിരിക്കും വന്നത്. ഓട്ടം നിറയെ സാധനമായിരിക്കും. നമ്മളെന്തായാലും പോത്തുകറി വെക്കാൻ വിചാരിച്ചോട്ടോ, സ്പെഷ്യലായിട്ട് അമ്മാമ്മ വന്നത് പ്രമാണിച്ച്. അമ്മാമ്മ പിന്നെ കൈ അടങ്ങിയിരിക്കുകയില്ല, ജോലികൾ ചെയ്തുകൊണ്ടിരിക്കും. റെസ്റ്റ് എടുക്കാൻ പറഞ്ഞാലും റെസ്റ്റ് എടുക്കില്ല. ഞങ്ങൾ ആദ്യം പോത്തെടുത്ത് കുക്കറിൽ വെച്ച് നല്ലപോലെ വേവിച്ച് അത് കട്ട് ചെയ്തിട്ട് പിന്നെ രണ്ടാമത് ഒന്നുകൂടി വേവിച്ച് അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ ഇത് കട്ടിയാണ്, നമുക്ക് കഴിക്കാൻ പറ്റില്ല. പലർക്കും പല്ലിന് ഇവിടെ പ്രശ്നമായതുകൊണ്ട് എന്നിട്ട് രണ്ടാമത് അതിനുശേഷം ഞങ്ങളിങ്ങനെ ഉരുളിയിലിട്ട് വരട്ടി എടുക്കുകയാണ് ചെയ്യണം കേട്ടോ. പലരും പല രീതിയിലായിരിക്കും ചെയ്യുന്നത്. ഞങ്ങൾ കുക്കിങ്ങിൻ്റെ എക്സ്പേർട്സൊന്നുമല്ല, ഞങ്ങളുടേതായ രീതിയിൽ ഉണ്ടാക്കി കഴിക്കണം. ഇത് ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ്. ഞങ്ങളിങ്ങനെ വരട്ടിയെടുക്കുമ്പോൾ പല്ലിനൊന്നും വേദനകൾ വരില്ല, നല്ല സോഫ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കണേ. നല്ല വഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും മണം അടിച്ച് ഗോൾഡി എത്തി. എന്തോന്ന് വേണം? ദോശയും പോത്തുകറിയും വേണോ? എങ്കിൽ അവിടെ ഇരിക്കി തരാം. കുറച്ച് അമ്മമ്മയുടെ വീട്ടിലും കൊടുത്തു വിട്ടിട്ട് ഞാൻ കഴിക്കാനെടുത്തു കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് നല്ല മൃദുവായിട്ട് ഇരിപ്പുണ്ട്. കൂടെ കട്ടനും എടുത്തു കേട്ടോ. നല്ല ചാറ്റൽ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.